സോ ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ കുസാറ്റ് എക്സാമിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഞാൻ പെട്ടെന്ന് ഇടുന്നതാണ്. അതായത് നമ്മുടെ കുസാറ്റ് എക്സാമിൻ്റെ ഒരു സ്ട്രക്ചർ പറയുവാണെങ്കിൽ അറിയാമല്ലോ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി. പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമിന് ആക്ച്വലി നിങ്ങൾ കയറുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മെയിൻലി ഇപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ, ഫിസിക്സ് ഞാൻ ആദ്യം കെമിസ്ട്രി എഴുതാം, എന്നിട്ട് ഞാൻ മാത്സ് എഴുതാം, അങ്ങനെ ആക്ച്വലി എല്ലാവരും കരുതും. പക്ഷെ നമ്മുടെ കുസാറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫിസിക്സിൻ്റെ ടൈം 60 മിനിറ്റ്സാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ ഫിസിക്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം എഴുതുന്നു, സേവ് ചെയ്യുന്നു, എന്നിട്ട് പിന്നെ അത് എളുപ്പമുള്ളത് ചെയ്യാം. പക്ഷെ ഫിസിക്സിൽ നിന്ന് കെമിസ്ട്രിയിലേക്ക് പോകണമെങ്കിൽ ആ 60 മിനിറ്റ്സ് കഴിയണം. ഈവൻ ദോ നിങ്ങൾക്ക് ഇനി എഴുതാനില്ലെങ്കിൽ പോലും നിങ്ങൾക്കത് ഓപ്ഷൻ അങ്ങോട്ട് ചാടാൻ പറ്റില്ല. അതായത് ആ 60 മിനിറ്റ്സ് വരെ നിങ്ങൾ ആ ഫിസിക്സ് തന്നെ നോക്കണം. പിന്നെ അതിനുശേഷം കെമിസ്ട്രി സെക്ഷൻ, അതാണെങ്കിൽ 45 മിനിറ്റ്സ് ആണ് വരുന്നത്. അതും ഇതുപോലെ തന്നെ. അതായത് കെമിസ്ട്രി സെക്ഷനിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്ത് സേവ് ചെയ്യുകയോ ചെയ്യാം. പക്ഷേ ആ ഒരു 45 മിനിറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് കെമിസ്ട്രി തന്നെ നോക്കണം. പിന്നെ അത് കഴിഞ്ഞ് മാത്സ് അറൗണ്ട് 75 മിനിറ്റ്സ് ആണ് വരുന്നത്. അതും ഇതുപോലെ തന്നെ. മാത്സിലും നിങ്ങൾക്ക് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷേ സബ്ജക്ട് വൈസ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. 75 മിനിറ്റ്സ് മാത്സ് തന്നെ നോക്കണം. അപ്പം എനിക്ക് കൺക്ലൂഡ് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. അതായത് നിങ്ങൾ ഈ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ, അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്ത് നോക്കുക. ഇപ്പം മാത്സ് ആണെങ്കിൽ എടുക്കുന്നെങ്കിൽ അതിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും വെച്ച് നോക്കുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഇന്നൊരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, യെസ്, ഫിസിക്സും കെമിസ്ട്രിയും നല്ല ഈസി ആയിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. എനിക്കത് അറിയത്തില്ല, കാരണം തിയററ്റിക്കൽ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ചെറിയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പിന്നെ മാത്സിൻ്റെ കാര്യം വരുവാണെങ്കിൽ അത്യാവശ്യം ചെയ്യാനുള്ളതുകൊണ്ട് അതിന് സമയം കിട്ടത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ഞാൻ ഓർക്കുന്നത്, നിങ്ങൾ ആക്ച്വലി നിങ്ങൾ ആക്ച്വലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. പ്ലസ് എന്താണ് മാത്സിൻ്റെ ഇത് ചിലപ്പോൾ നമുക്ക് ചിലതൊക്കെ ഈ ഇഞ്ചക്ഷൻ ഫംഗ്ഷൻ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, അപ്പം ഇതിൽ എന്താണുള്ളത്, ബൈജക്റ്റീവ് ആണോ എന്നൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഡയറക്ഷൻ കൊസൈൻസ്, അങ്ങനത്തെ കുറച്ച് അതൊക്കെ നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നത്. അപ്പം അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് സേവ് ചെയ്ത് വെച്ചേക്കുക. കാരണം നമുക്കറിയത്തില്ലല്ലോ എല്ലാ ക്വസ്റ്റ്യൻസും എളുപ്പമാണോ അല്ലയോ എന്നൊന്നും. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണമൊക്കെ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് മെയിൻലി എന്താണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ എനിക്ക് തോന്നിയ കാര്യം ഇതാണ് ആക്ച്വലി. പിന്നെ നമുക്ക് ഇനിയും ഒരു കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഇനി നമുക്ക് പോകാം. നമുക്ക് ഇപ്പം ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനായിക്കോട്ടെ, ഒരു ജോബിലേക്ക് കയറാനൊക്കെ നല്ല ഡിഫിക്കൽട്ടിയാണ്. പിന്നെ നമ്മൾ എഴുതുന്ന എൻട്രൻസ് എക്സാംസ് ഒന്നും നമുക്ക് അറിയത്തില്ല ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് നമുക്കൊരു ക്യാമ്പസ് ഉണ്ട്, NIAT, നെക്സ്റ്റ് വീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ടെക്നോളജി. ഇത് ഫ്യൂ IITians ഒരുമിച്ച് തുടങ്ങിയ ഒരു കോളേജാണ്, ഒരു ക്യാമ്പസാണ്. 2 ക്യാമ്പസുകളാണ്, ബാംഗ്ലൂരിലും ഉള്ളത്. ഇവർ 4 ഇയർ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് സ്പെഷ്യലൈസിങ് ഇൻ AI ആൻഡ് ഡേറ്റ സയൻസ് ആണ്. അപ്പം ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർ ഇൻഡസ്ട്രി ഡ്രിവൺ കരിക്കുലമാണ് വരുന്നത്. പിന്നെ ഒരു പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആയിരിക്കും. അതായത് ഇൻഡസ്ട്രിയൽ ലെവൽ പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആണ് എപ്പോഴും നല്ലത്. നമുക്ക് ജോബ് കിട്ടാനായിക്കോട്ടെ എല്ലാത്തിനും അതാണ് ഏറ്റവും നല്ലത്. പിന്നെ റിയൽ വേൾഡ് പ്രോജക്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ കോളേജിൽ എല്ലാ വർഷവും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കൊരു നല്ല മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും, വലിയ ബിഗ് ടെക് കമ്പനീസിൽ നിന്നുള്ള മെൻറ്റർഷിപ്പും പിന്നെ 100% ഒരു സ്കോളർഷിപ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാനത് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോറി. പ്ലാന്റ്സ് ആൻഡ് ലിവിങ് ബീങ്സ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് എന്താണ് ഓപ്പൺ സിസ്റ്റം. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ടെമ്പറേച്ചർ ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ, വർക്ക് ഈസ് എ വർക്ക് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല. അപ്പൊ അതാണ് ഫോൾസ്. കോമ്പൗണ്ട് ദാറ്റ് ഈസ് നോട്ട് എ ലൂയിസ് ആസിഡ്. എന്താണ്? BF3 ഒക്കെ ലൂയിസ് ആസിഡ് ആണ്. NiNi3 അത് സത്യം, അത് ഇങ്ങനെ കണ്ടിട്ടുമില്ല. അപ്പൊ അതങ്ങനെ നമുക്ക് ചിലതൊക്കെ അങ്ങനെ ഗസ് ചെയ്യാം കേട്ടോ. പിന്നെ അഡീഷൻ ഓഫ് Ag++, പിന്നെ Pb2+, Fe3+, Si4+, കോസിങ് coagulation of negatively charged colloidal salt in the following order. സോ ഏതാണ് ഓർഡർ? ഓപ്ഷൻ B ആണ് തന്നിട്ടുള്ളത്. പോസിറ്റീവ് ചാർജ് കൂടുമ്പോഴത്തേക്കും കോആഗുലേഷൻ ഓഫ് നെഗറ്റീവ്ലി ചാർജ് കൊളൈഡൽ സോള് കൂടുമായിരിക്കാം.
ഇനി നമ്മൾ വെൻ എ സൊല്യൂഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഡയലൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്പെസിഫിക് കണ്ടക്ടൻസ് ഡിക്രീസസ് ആൻഡ് ഇക്വലൻ. അതായത് ബേസിക് തിയറീസ് ആണ്, മെയിൻലി തിയറീസ് ആണ് എന്ത് നമ്മുടെ കെമിസ്ട്രിയിൽ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഇതൊന്നും ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ ഓടിച്ചു വിടുവാണ്. ഇത് വെക്ടർ എ ആൻഡ് ബി ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ് ഇൻ അഡീഷൻ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദർ റിസൾട്ടന്റ് ആൻഡ് ഓൾസോ ഈക്വൽ ടു. അതായത് ഇവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ റിസൾട്ടന്റ് മാഗ്നിറ്റ്യൂഡ് ഏത് ഒന്നിന്റെ മാഗ്നിറ്റ്യൂഡിനോട് ഈക്വൽ ആയിരിക്കണം. അപ്പൊ എന്തായാലും എന്താ ഒരു കോസിന്റെ വാല്യൂ നെഗറ്റീവ് വരണം. കോസിന്റെ വാല്യൂ നെഗറ്റീവ് എവിടെയാ? ഓപ്ഷൻ എയിലല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സ്റ്റോൺ ഈസ് റിലീസ്ഡ് ഫ്രം ആൻ എലിവേറ്റർ ഗോയിങ് അപ്പ് വിത്ത് ആൻ ആക്സിലറേഷൻ. അതായത് എലിവേറ്റർ ഗോയിങ് അപ്പ് വിത്ത് ആൻ ആക്സിലറേഷൻ. ഓക്കെ, സ്റ്റോൺ താഴോട്ട് റിലീസ് ചെയ്തു. താഴോട്ട് റിലീസ് ചെയ്യുമ്പോൾ അവിടെ വേറൊരു ആക്സിലറേഷനും അല്ല, ജി ആണ് ആൻസർ. ഓക്കെ, ആക്സിലറേഷൻ ഡൗൺവേർഡ് ആയിരിക്കും വരുന്നത്. ഞാൻ ഇതിന്റെ ആൻസർ റഫ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര നല്ലതൊന്നും അല്ല, ഞാൻ ചുമ്മാ എഴുതി വെച്ചത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴത്തേക്കും ഓക്കെ, ലീനിയർ മൊമെന്റ് ഓഫ് എ സിസ്റ്റം ഓഫ് എ പാർട്ടിക്കിൾ എന്തിനോട് ഈക്വൽ ആ? ടോട്ടൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ഓഫ് പാർട്ടിക്കിൾ. പിന്നെ ജാർ ഹാസ് എ മിക്സർ ഓഫ് ഹൈഡ്രജനും ഓക്സിജനും. അപ്പം ഈ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ജാറിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ? സെയിം ടെമ്പറേച്ചറിനാണ് ഈ രണ്ട് ഗ്യാസും. അപ്പൊ ആൻസർ 1:1. പിന്നെ ബ്ലാക്ക് ബോഡിയുടെ എന്ന് പറഞ്ഞാൽ T=3K ആണ് മാക്സിമം. അത് നമുക്കൊരു ഫോർമുല ഉണ്ട്, അതായത് ആ ഫോർമുല വെച്ച് നമ്മളുടെ ലാംഡ മാക്സ് T=B, ബിയുടെ വാല്യൂ നമ്മൾ പഠിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആംസ്ട്രോങ്, അതായത് 10⁻⁻10 രീതിയിലാണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആൻസർ ഈ രീതിയിൽ വന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ F1 ഓഫ് റേഡിയോ ആക്റ്റീവ് സാമ്പിൾ TK ഇൻ 1 മീൻ ലൈഫ് ആൻഡ് എ ഫ്രാക്ഷൻ F2 DKs ഇൻ 1 ഹാഫ് ലൈഫ്, ദെൻ എന്താണ്? F1 ഗ്രേറ്റർ ദാൻ F2 ആയിരിക്കും. അതിന്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ റിമൈനിങ് ഓരോന്നിന്റെ ഫോർമുല സഹിതം ഞാൻ നമ്മുടെ PDF കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. F1 ഗ്രേറ്റർ ദാൻ F2 ആണ്. ഓക്കെ, റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ കംപ്രസിബിലിറ്റി. ഓക്കെ, അപ്പൊ അത് മറക്കരുത്. ഞാൻ പറഞ്ഞു ഇതെല്ലാം നമ്മൾ ആക്ച്വലി ആ ഒരു തിയററ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എ സ്റ്റഡി ഫ്ലോ ഓഫ് എ ലിക്വിഡ്, ഫോർ എ സ്റ്റഡി ഫ്ലോ ഓഫ് എ ലിക്വിഡില് റൈനാൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞ എന്താണ്? ലെസ് ദാൻ 2000 ആയിരിക്കും. അപ്പൊ അതും എന്താണ്? അതൊക്കെ നമുക്ക് ചുമ്മാ ബൈഹാർട്ട് പഠിക്കാവുന്ന സാധനങ്ങളാ. ഇത് അറിയാലോ നിങ്ങൾക്ക്. അതായത് ഇപ്പം ഗോസ് തിയറം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ. അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എല്ലാത്തിന്റെയും കൂടെ സം ആയിരിക്കുമല്ലോ ഇലക്ട്രിക് ഫീൽഡിന്റെ സം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഓപ്ഷൻ 9. ഇത് ഡയറക്ഷൻ E×B ആണ്. ഇയും ബിയും റെപ്രസെന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് E×B. മാക്സിന്റെ എന്ന് പറഞ്ഞാൽ കുറെ ചെയ്യാനുണ്ട്. ചിലതൊക്കെ ഫോർമുല വൈസ് നമുക്ക് വേഗം വേഗം ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പൊ ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഞാൻ ഈ PDF ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നത് സിമ്പിളാ. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ഇസഡ് ആക്സിസ് എന്താ? 0,0,1 ആയിരിക്കുമല്ലോ, നമുക്കത് അറിയാലോ. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിലാണ് കാര്യം ഇരിക്കുന്നത്. ഓക്കെ, അപ്പം മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നല്ല, ഇത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി PDF തന്നിട്ടുള്ള PYQ എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എനിക്കത് ജസ്റ്റ് ഷെയർ ചെയ്ത് കാണിക്കണം തോന്നി. ഇതിനകത്ത് ഇപ്പം ട്രിക്കോ അങ്ങനെയൊന്നും അല്ല. ലൈക്ക് നിങ്ങൾ ആക്ച്വലി ആ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ, പിന്നെ ഇത് കണ്ടു, ഇതെല്ലാം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തതാ. ഇത് അറൌണ്ട് ഒരു 23 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 23 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയത് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാലോ. അപ്പം ഞാൻ പറയുന്ന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ചെയ്യുക. പിന്നെ ബാക്കി ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക. പിന്നെ മറക്കണ്ട, ഞാൻ ആ ഒരു ക്യാമ്പസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയാൻ വേണ്ടി അവരുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അതും കൂടി ചെക്ക്ഔട്ട് ചെയ്ത് ഫില്ല് ചെയ്താൽ അവർ നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ മാക്സിമം നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. ഓക്കെ, ബൈ ബൈ, സി യു.